ഹലോ ഗൈസ്, വെൽക്കം ടു അമ്മുക്കുട്ടീസ് വേൾഡ്. അമ്മൂനെ ഡാൻസിനും ഉണ്ടാക്കിയിട്ട് നമുക്കിത് പാർലർ ഡേറ്റിംഗ് ആക്കാം. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പിന്നെ ഗൈസ് ഫോൺ വീണതാണ്. ഒരു പ്രശ്നമില്ല, ബ്യൂട്ടി പാർലറിൽ പോകും, ഫാമിലി ബ്യൂട്ടി പാർലറിൽ. എന്നാലും വെറുതെ ഇടയ്ക്ക് നമ്മളൊരു സ്കിൻ കെയർ കൊടുക്കുന്നത് നല്ലതാണ്. അത് മേക്കപ്പ് അല്ല, ഒരു റിലാക്സേഷൻ കിട്ടുന്ന പരിപാടിയാണ്. ഞാനങ്ങനെ പോകാനുള്ള ആളൊന്നല്ല കേട്ടോ, അതിന്റെ ആവശ്യമില്ല. കാരണവന്മാരായിട്ട് സൗന്ദര്യം ഉള്ളത് വേണ്ട വേണ്ട കോംപ്രമൈസ് അല്ല. കാരണവന്മാരായിട്ട് നമുക്ക് സൗന്ദര്യം ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല. മേക്കപ്പ് വെച്ചാൽ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നല്ല ഭംഗിയിട്ട് ഇതിൽ കാണാൻ. ശരിക്കും ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ പോണത് എന്തിനാ? റിലാക്സേഷന് വേണ്ടിയിട്ട് അല്ലേ? അതായത് അപ്പർ കഫേയിലേക്കാണ് ഞങ്ങൾ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ പാർക്കൊക്കെ അല്ല, പാർക്ക് ചെയ്തിട്ട് അപ്പർ കഫേ പോയിരുന്നിട്ട് മോൾക്ക് നമ്മൾ വേറെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ? പിമ്പിൾ അല്ല, വലിയ ആനക്കുരു പറഞ്ഞ അപ്പർ കഫേ കണ്ടോ ഗൈസ്? വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, വി ഗോട്ട് പാർക്കിംഗ്. നമ്മൾ പാർക്ക് ചെയ്തു ഗൈസ്. താങ്കൾ ഹാപ്പിയാണോ? പാർക്കിംഗ് കിട്ടിയതിൽ താങ്കൾ ഹാപ്പിയാണോ? എന്താ പറഞ്ഞേ? എനിക്ക് ഗീ പൊടി ദോശ, എനിക്കതിഷ്ടം. നല്ല തിരക്കുണ്ടല്ലേ, നമുക്കിങ്ങനെ ആൾക്കാരെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ എടുക്കുന്നില്ല. നല്ല തിരക്കുണ്ട് ഗൈസ്. വാട്ട കിട്ടിട്ടോ ഗൈസ്. വെറൈറ്റി ചട്നി. നമ്മുടെ ഫിൽറ്റർ കോഫി എത്തിയിട്ടുണ്ട്. അങ്ങനെ ലേശം കുടിച്ചോക്കി, കാണുമ്പോ നല്ല രസമുണ്ട്. ദോശയൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഗീ പൊടി ദോശ. കണ്ടോ എന്താ മണം? എന്താ ഭാര്യനെ, ഒരു ഭാര്യ നല്ല ഭാര്യ ഉള്ള കാരണം എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? നാട്ടുകാർ പറഞ്ഞപ്പോ എന്തോ പ്രശ്നം, അതൊന്നും കുഴപ്പമൊന്നുമല്ല. നമ്മളിവിടെ കേട്ടോ പോകുന്നത് മൈലുക്ക്. എങ്ങനെയല്ലോ നടന്നു. അതെ, നല്ല സുഖം ഉണ്ടായിരുന്നല്ലേ, നല്ലൊരു ഫ്രഷായി ഇല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്? ഇത് നമ്മൾ നേരെ അമ്മൂട്ടിനെ വിളിക്കാൻ പോകും. ഹലോ ഗൈസ്, ഞാൻ ഡാൻസ് കഴിഞ്ഞ് വരിക.